ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. ഞങ്ങളീ പോകുന്നത് 2024 ലാസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പോകുന്നത് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. എൻ്റെ ബ്രദർ ചേട്ടൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനായിട്ട് പോയതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതാ അവർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി പോയത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മൾ പോയത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഫയർ വർക്ക് കാണാനായിട്ടാണ്. അബുദാബി വാദ്ബയിലുള്ള ഷെയ്ഖ് സായദ് ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊരു 5 മണി ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, നല്ല ട്രാഫിക് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഈ ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിന് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് അവിടേക്ക് തന്നെ പോകുന്നത്. കാരണം അവിടെ ഏകദേശം ഒരു 53 മിനിറ്റ്, ഏകദേശം അല്ല കറക്റ്റാണ് 53 മിനിറ്റ് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം പോയത്. യു എയുടെ നാഷണൽ ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് റോഡിൽ നമുക്ക് ഫ്ലാഗ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് VIP ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അകത്തേക്കുള്ള പാസിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ പാസ് കൊടുക്കുന്നതായിട്ടൊക്കെ കണ്ടു, പക്ഷെ ഭയങ്കര ക്യൂ ആണ്. ഈ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്രയും ക്യൂ നിന്ന് പാസ് വാങ്ങിക്കാനൊന്നും പറ്റില്ല. അതാ കണ്ടില്ലേ, നല്ല ട്രാഫിക്കുമാണ്. വീഡിയോയിൽ ഞാൻ അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷേ ഉറുമ്പഴയുന്ന പോലെ ആയിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. 7 എമിറേറ്റ്സിൻ്റെ ഭരണാധികാരികളുടെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 എമിറേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 7 ഫ്ലാഗുകളായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. അകത്തേക്ക് കയറാനുള്ള ആളുകളുടെ തിരക്ക് നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം. നമ്മൾ പക്ഷേ അവിടേക്കല്ല പോകുന്നത്. ഇതിൻ്റെ താഴെയായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ വണ്ടിയിലിരുന്നുകൊണ്ട് പറയുമായിരുന്നു 12 മണിക്കുള്ള ഫയർ വർക്ക്സ് കാണാൻ നമ്മൾ എന്തിനാ ഈ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോരുന്നതെന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാൾ മുന്നേ ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഫയർ വർക്ക് കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. അങ്ങനെ കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടില്ലേ, ഒരുപാട് വണ്ടികളുണ്ട്. ഞങ്ങൾ ഏകദേശം 5:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിരുന്നു. 6 മണിക്കുള്ള ആ ഒരു ഫയർ വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ ഒരു ഫയർ വർക്ക് അവർ ഒരു സാമ്പിൾ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റ് നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാനായിട്ട് അവിടെ ഒട്ടകവും കുതിരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളി കുതിരയും കൊണ്ട് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് ആർക്കെങ്കിലും റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയറാം എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. വേറെ കുട്ടികളൊക്കെ കയറുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പതുക്കെ ബാർബിക്യൂനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. കുറച്ച് ചൂടും കിട്ടുമല്ലോ. ഇത് കൃത്യം 7 മണിക്ക് തുടങ്ങിയ ഒരു ഫയർ വർക്കാണ്. ഒരു 2-3 മിനിറ്റ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ബാർബിക്യൂ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസും
ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഇത് 9 മണിക്കുള്ള ഒരു ഫയർ വർക്കാണ്. കുട്ടികൾ 2 പേര് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുകൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു സമയം പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് 10 മണിക്കുള്ള ആ ഒരു ഫയർ വർക്കാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മെയിൻ പരിപാടി ഏകദേശം സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 11:55 ആയപ്പോഴത്തേക്കിനും ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടനോടും ചേട്ടൻ എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റ സീൻ വിടാതെ ഫുള്ള് വീഡിയോ എടുത്തോളാൻ. പക്ഷെ കുറച്ച് സമയമായപ്പോഴത്തേക്കിനും എൻ്റെ കൈ കുഴയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇനി ഇതാ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ 2025 കടക്കുകയാണ്. ബാക്കി 2 പേര് ഉറങ്ങിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി 2 പേരെ ഉണർത്തി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിച്ചു കേട്ടോ.
ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര സമയം നീണ്ടു നിൽക്കുന്ന ഒരു ഫയർ വർക്ക് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൂടി ഇത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫയർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറുടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം ട്രാഫിക് ബ്ലോക്ക് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.